നമസ്കാരം. ഹായ്. ഇന്നത്തെ സൺഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് രാവിലെ അഷ്മിതേട്ടൻ മീൻ വാങ്ങിച്ചോണ്ട് തന്നിട്ടാ പോയത്. അപ്പൊ മീൻകറിയാക്കാം. മീൻകറി ഇന്ന് ചാന്ത ഉള്ളത് കൊണ്ട് ചാന്തയുടെ സഹായം നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ മീൻകറിയും തോരൻ, കൂമ്പുതോരനാക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ലേസി സൺഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലേസി സൺഡേ എന്ന് പറയുന്നത് ശരിക്കും ഇന്ന് ലേസിയാണ്. രാവിലെ അശ്വതേട്ടൻ പോയതിനു ശേഷം ശാന്ത എന്നോട് പാത്രം കഴുകിക്കൊടുക്കാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞ് മൂളിയിട്ട് ശാന്ത തന്നെ അവസാനം കഴുകി വെച്ചു. അതിന്റെ ടെററിൽ മിണ്ടാതിരിക്കുന്ന ശാന്ത എന്റെ തൊട്ടടുത്തുണ്ട്. കാണാട്ടോ, ഇടയ്ക്ക് കൂടി ഇങ്ങനെ മോന്ത വെറുപ്പിച്ചിട്ട് പോന്നതാണ്. അപ്പം തക്കാളി നല്ല ശുദ്ധമായ തക്കാളി, ഒരു ഉണ്ട തക്കാളിയും ഒരു കുഞ്ഞി തക്കാളി, ഉള്ളി, നമ്മുടെ വെങ്കായം അതെടുത്ത് നമുക്ക് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ. ഒരാളെ കാണിച്ചു തരാം. ഈ ഓടുന്ന രണ്ടുപേരൊക്കെ ഉണ്ടോ? ഒച്ചപ്പാടാക്കുന്ന രണ്ടുപേരൊക്കെ ഉണ്ടോ? ഇവരെ എന്നെ ഭയങ്കര പേടിയാ. ഒരു ചെറിയൊരാളുണ്ട്, അത് കാണിച്ചു തരാം കേട്ടാ. ഇതാണ് നമ്മളെ മീന്, അയില കേട്ടാ. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയാന്നറിയില്ല. പൂച്ച സാർ ഭയങ്കര ഡിസ്റ്റർബൻസ് ആക്കുന്നുണ്ട്, സൗണ്ടില് വരുന്നുണ്ടെന്നറിയാം, സോറി. ചിരിക്കുന്ന ശാന്തയൊക്കെ ഉണ്ടോ? എന്റെ പുഴുവൊക്കെ ഇട്ട് മുടിയൊക്കെ ഹെയർ സ്റ്റൈലൊക്കെ ചേഞ്ച് ആക്കി മീൻകറിക്ക് വേണ്ട തക്കാളി ഉള്ളിയും അരിഞ്ഞു വെച്ചിട്ടാ. പിന്നെ നമ്മൾ ഇഞ്ചി ഇല്ലേ, ഇഞ്ചിയും വെളുത്തുള്ളിയും തൊല്ലിയും ഇതാക്കി വെച്ച് അതിന് ചതച്ചിതാക്കണം. അപ്പൊ അടുപ്പിനകത്ത് ചട്ടി വെച്ച് ആക്കാൻ നോക്കട്ടെ. വറക്കാനുള്ള മീന് പരക്കി ഇതാക്കി വെച്ച് ഇനി ഇത് കറിനകത്ത് ഇടാനുള്ള മീനാട്ടാ. ഇതിന് കറി ഏകദേശം തിളച്ച്, അപ്പൊ അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ മീൻ അതിനകത്തേക്ക് ഇടാൻ പോവാ. നമ്മള് മീന് ഓരോന്നിട്ടോണ്ടിക്കലാട്ടാ. നമ്മള് മീനിനകത്ത് തലയും കൂടി കറി വെക്കുമ്പോ തലയും കൂടി ഇടും. ചിലര് വേറെ സെപ്പറേറ്റ് ആക്കി ഇടും. ഇത് നമ്മള് തലയും കൂടി മീനിനകത്തേക്ക്. അത് പറഞ്ഞപ്പോ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ മീൻകറി വെക്കുമ്പോഴേ തലയും കൂടി ഇട്ട് കറി വയ്ക്കുന്നൊന്നും വലിയ മോശം കാര്യമൊന്നുമല്ല. ചിലവര് മീനൊക്കെ വാങ്ങിയ മീനിന്റെ തലയൊന്നും എടുക്കൊന്നുമില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ചില മീനേക്കാളും ടേസ്റ്റ് മീനിന്റെ തലയാട്ടോ. ഇത് ഉദ്ദേശിച്ചത് എന്റെ കെട്ടിയോന് ഈ മീനിന്റെ തലയൊക്കെ തിന്നാണെന്ന് എന്നോട് പറയും. അതായത് മീനിന്റെ തലയൊക്കെ തിന്നുന്നിട്ട് എന്നോട് ഇങ്ങനെ പറയും. പറയണമെന്ന് തോന്നി. മീനിന്റെ തല ആണ് തിന്നുന്നത്, അത്ര വലിയ കുറ്റമൊന്നും അല്ല. പിന്നെ മീനിനെക്കാളും ടേസ്റ്റ് ശരിക്കും പറഞ്ഞ ചില മീനുകൾ. കുറുക്കന്റെ കല്യാണമാണെന്നാ തോന്നുന്നത്. മഴ വെയിൽ ഇതാണ് പരിപാടി. വിശക്കുന്നു. നമ്മളെ അടിപൊളി മീൻകറിയായി. മീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന എൻ്റെ അമ്മ കേട്ടോ. നല്ല മീൻ വറുത്തതും ആയി. അമ്മ കഷ്ണം മീൻ വെച്ചില്ല. അങ്ങനെ ഫുഡ് കഴിക്കുന്ന വീഡിയോ കാട്ടിയിട്ട് പിന്നെ എൻ്റെ ഒരു വിവരം ഉണ്ടായിരുന്നില്ല. വേറെ എങ്ങോട്ടല്ല, ഒരു കുറച്ചു നേരം കിടക്കാൻ വേണ്ടി പോയി. അടിപൊളി മഴയാണ്. മഴ പെയ്തിട്ട് ഫുള്ള് എന്താ പറയാ, മൊത്തത്തിൽ ഇങ്ങനെ കരുതരാം. ഫുള്ള് കണ്ടില്ലേ, തണുത്ത് ഉറഞ്ഞ് ഒരുമാതിരി ഉറക്കം മട്ടില കിടക്കുന്നത്. ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. റെസ്റ്റ് എന്ന് പറയാൻ ഇന്ന് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ശാന്ത ഉണ്ടായിരുന്നു. അപ്പൊ ശാന്തയും ഞാനും കൂടി ഒരുമിച്ച് ഫുഡ് കഴിച്ചു. ശാന്ത ഹാളിൽ നിന്നൊരു TV കണ്ടു. ഞാൻ പോയിട്ട് ഇന്ന് സൺഡേ ആണെങ്കിലും ട്യൂഷൻ വെക്കും. ഞാൻ ഇന്ന് സൺഡേ ആണെങ്കിലും ട്യൂഷൻ വെക്കും. വേറൊന്നുമല്ല, സാറ്റർഡേ ഞാൻ ട്യൂഷൻ എടുക്കാറില്ല. അപ്പോൾ പകരം സൺഡേ ട്യൂഷൻ എടുക്കുക. അപ്പം കുളിച്ച് റെഡി ആവണം. അപ്പോഴേക്കും പിള്ളേരെത്തും. പിള്ളേർക്ക് ട്യൂഷൻ എടുക്കണം. മുടി അഴിച്ചിട്ട് ഇതാക്കി വെച്ചിങ്ങനെ വേറൊന്നുമല്ല. ഒരു
സിനിമയൊക്കെ കണ്ട് കിടന്ന് ഒരുമാതിരി ബ്ലിങ്കിസമായ രൂപത്തിൽ എഴുന്നേറ്റ് വന്നതാ. ഏട്ടൻ രാവിലെ മീൻ വാങ്ങി തന്നെന്ന് പറഞ്ഞായിരുന്നു. മീൻ വാങ്ങി തന്ന് അപ്പൊ പുള്ളി വിളിച്ചിട്ട് കപ്പയാക്കാന്നത്. അപ്പം വൈകിട്ട് കപ്പയും മീൻകറിയാണ് ആക്കുന്നത്. ഞാൻ പോയി കുളിച്ചൊന്ന് ഫ്രഷ് ആവട്ടെ. ഇത് പിള്ളേർ വരുമ്പോഴത്തേക്കും നല്ല സൂപ്പറായി ഇതായിട്ടിരിക്കണം. അപ്പം അതിന് വേണ്ടിയാ. പണ്ടൊക്കെ യൂട്യൂബിൽ വീഡിയോസും വ്ളോഗൊക്കെ കാണുമ്പം ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല യൂട്യൂബിൽ വീഡിയോ ഇടുമെന്നൊന്നും. പക്ഷെ എങ്കിൽ ഈ വിചാരിക്കുന്ന അതിന് നടക്കുമെന്നും അറിയില്ലല്ലോ. അതിന് അതിൻ്റെതായ ടൈമുണ്ട് ദാസം എന്ന് പറയുന്ന പോലെ. ആ കാര്യത്തിന് ഇപ്പോഴാണ് ടൈം. അപ്പം ഞാൻ പിന്നെ വരാം പോയിട്ട് കേട്ടോ. ചിലപ്പോൾ ഈ വീഡിയോ ഇവിടം കൊണ്ട് എൻഡ് ചെയ്യും. അതല്ല എങ്കിൽ കുളിച്ച് ഫ്രഷായിട്ട് വരും. എനിവേ കാണാം. ബൈ.